ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോണ പുതിയൊരു സ്റ്റിച്ചാണ്. അതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. സ്റ്റിച്ചിന്റെ പേര് നോർവിച്ച് സ്റ്റിച്ച് എന്നാണ്. അത് പല രീതിയിലും ഈ ഒരു സ്റ്റിച്ച് ചെയ്യാം. അതിലത്തെ ഒരു രീതിയിൽ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഇത് ഗുജറാത്തീസിന്റെ സ്റ്റിച്ചായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് നല്ല രസമാണ് കാണാൻ. തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇത് 6 strands ഇട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രൊജക്ഷൻ ഉണ്ടാകും. പിന്നെ കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് യൂഷ്വലി ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. നല്ല എടുത്ത് നിൽക്കുന്ന കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവർ തയ്ക്കുന്നത്. അപ്പം അത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഒരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ടാണ്. എന്നിപ്പോൾ സ്ക്വയർ ഷേപ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കാം, ചിലപ്പോൾ സ്റ്റാർ ഷേപ്പ് ആയിരിക്കാം. അങ്ങനെ ഒരു ജോമെട്രിക്കൽ ഷേപ്പ് ഫില്ല് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പം അതിലത്തെ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിൽ നിന്നും പഠിച്ചെടുക്കാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക. സ്കിപ്പ് ചെയ്ത് കാണുമ്പോഴാണ് ഇടയ്ക്ക് ഡൗട്ട്സ് വരുന്നത്. ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ പുതിയ പുതിയ സ്റ്റിച്ചസ് എന്തെങ്കിലും പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് എങ്ങനെയാണ് നോർവിച്ച് സ്റ്റിച്ച് തയ്ക്കേണ്ടതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണ നോർവിച്ച് സ്റ്റിച്ചാണ്. അത് ഗുജറാത്തി സ്റ്റിച്ച് ആണ്. അപ്പോൾ ഇത് തയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും 6 strands ത്രെഡാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ പേൾ കോട്ടൺ ത്രെഡ്. അങ്ങനെ കട്ടിയുള്ള ത്രെഡുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് സ്ക്വയർ പാറ്റേൺസ് ആയിരിക്കും യൂഷ്വലി വരുന്നത്. സ്ക്വയർ, ട്രയാങ്കിൾ അല്ലെങ്കിൽ സ്റ്റാർ ഷേപ്സ് ഒക്കെയാണ് വരുന്നത്. പല തരത്തിലുള്ള നോർവിച്ച് സ്റ്റിച്ചസ് ഉണ്ട്. അതിൻ്റെ ഒരു വേരിയേഷനാണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് ഒരു ടൈപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നതിന് മുമ്പ് ഞാനൊരു പടം വരച്ച് കാണിച്ചു തരാം അതെങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഒരു ഡയമണ്ട് ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് എന്ന് പറയാം. സ്ക്വയർ ഷേപ്പാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഞാനൊരു സ്ക്വയർ വരച്ച് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഒരു സ്ക്വയർ എന്ന് വെച്ചു. ഈ ഒരു സ്ക്വയർ നമ്മൾ തയ്ക്കലേക്ക് ആദ്യം എങ്ങനെ തയ്ക്കണം എന്നുള്ളതാണ്. ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ തയ്ക്കും ഒരു ലൈൻ. അപ്പോൾ 1 പോയിന്റിൽ നിന്ന് 2 ഇങ്ങോട്ടേക്ക്. പിന്നെ നമ്മൾ ഇവിടുന്നോ അത് നമ്മുടെ ഇഷ്ടം പോലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് അടുത്ത ഈ കോർണറിൽ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് നമ്മൾ എടുക്കുന്നു. ഞാനിപ്പോൾ ഇവിടുന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ പോയിന്റിലോട്ട് ഇത് 4. ഓക്കെ. അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സൈഡത്തെ 4 കഴിഞ്ഞ് ഇവിടുന്ന് 5 to 6 ഇങ്ങോട്ടേക്ക്. പിന്നെ ഇവിടെ ഈ എൻഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ തയ്ക്കും 8. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. പിന്നെ ഈ എൻഡിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ ഫുള്ളും ഫില്ല് ചെയ്ത് വരുന്നത്. അങ്ങോട്ടും ഈ ഒരു സ്റ്റെപ്സ് എങ്ങോട്ടേക്കാണ് പോകണ്ടേ എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇതിപ്പം ചിലവരുടെ സ്ക്വയർ ബോക്സസ് അല്ലെങ്കിൽ സ്ക്വയർ ബോക്സസ് കുഞ്ഞിതാകുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്ച്ചു കഴിയും. ഈ 14 വരെ ഒന്നും പോകേണ്ട കാര്യമില്ല. വലുതാവുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നേക്കാളും കൂടുതൽ ചെയ്യേണ്ടേയും വരും. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡ്സ്, നമ്മുടെ ഷേപ്പിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. 25 ഇവിടുന്ന് ഇങ്ങനെ, ഇവിടെ 26, 27 ഇവിടുന്ന് ഇങ്ങനെ. ഇപ്പോൾ ഫില്ലായി, നിറച്ചും ഫില്ലായി. ഇങ്ങനെയായിരിക്കും നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കണക്ക് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒന്ന് പേപ്പറിൽ വരച്ച് വെച്ചിട്ട് അത് നോക്കിയിട്ട് തയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ 2-3 വട്ടം തയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങോട്ടൊക്കെയാണ് പോകണ്ടേ എന്നുള്ളത്. ഇത് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ നോർവിച്ച് സ്റ്റിച്ച് തയ്ക്കാൻ പറ്റും. അത് ഈ സാരിയിലാണെങ്കിലും ഫുൾ ബോർഡേഴ്സായിട്ട് തയ്ക്കാം, അല്ലെങ്കിൽ ഓരോരോ മോട്ടീവ്സ് ഇങ്ങനെ സ്ക്വയർ ബോക്സസ് ആയിട്ട് തയ്ക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ചുരിദാറിൻ്റെയൊക്കെ യോക്ക് പോർഷൻ നെക്ക് ലൈനിൽ കൂടെ തയ്ക്കാം, അല്ലെങ്കിൽ
സെൻറ്ററിൽ കൂടെ മാത്രം കുറച്ച് ഡയമണ്ട്സ് ആയിട്ട് ഇത് ഇതുപോലെ ഒരു ഡയമണ്ട് കഴിഞ്ഞാൽ അടുത്ത ഡയമണ്ട് എന്നിട്ട് അടുത്ത ഡയമണ്ട് അങ്ങനെയായിട്ട് സെൻറ്ററിൽ കൂടെ തന്നെ തയ്ക്കാം. അതല്ല ഷോളിൻ്റെ എഡ്ജസിൽ കൂടെ ബോർഡറിൽ കൂടെ തയ്ക്കാം. അങ്ങനെയൊക്കെ തയ്ച്ച നല്ലൊരു ഡിസൈനാണ്. ത്രെഡ് കൂടുതൽ വേണം 6 strands എടുത്താൽ തയ്ക്കണമെങ്കിൽ, അതല്ലെങ്കിൽ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വയർ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു സ്ക്വയർ ബോക്സാണ് ഞാൻ തയ്ക്കുന്നത്. ഇവിടെ ഒരു മൾട്ടി കളർ ത്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ഡബിൾ ഷെയ്ഡോ സിംഗിൾ ഷെയ്ഡോ ഏത് ഷെയ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഷെയ്ഡ് ഉപയോഗിച്ചാൽ ആ ഭംഗി കൂടുതലൊന്നുമില്ല. 2 ഷെയ്ഡ് വന്നാൽ കുറച്ചുകൂടെ ഒരു പ്രൊജക്ഷൻ കിട്ടും. ഇത് ഞാൻ തയ്ക്കുന്ന ഒരു വെൽവെറ്റ് ക്ലോത്തിലാണ്. വെൽവെറ്റ് ക്ലോത്തിലായതുകൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കാനും കുത്തി താത്താനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇനി നമ്മൾ ക്രോസ് തയ്ച്ചു കഴിഞ്ഞിട്ട് ഇവിടെയല്ല നമ്മൾ താത്തി, ഇനിയിപ്പോൾ ഈ എൻഡിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് സ്ട്രെയിറ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെ താത്തി കഴിഞ്ഞാൽ പിന്നെ ഈ എൻഡിൽ നിന്നാണ് എടുക്കേണ്ടത്. ഇങ്ങോട്ടേക്ക് ഇപ്പോഴത്തെ സൈഡിലോട്ട് താത്തുന്നു. ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആ ഡയഗ്രം ഞാൻ വരച്ച് തന്നേക്കുന്ന ആ ഒരു പാറ്റേൺ പഠിച്ചേച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും. അതറിയില്ലെങ്കിൽ വെറുതെ കാണുമ്പോൾ ഇത് ഏത് സൈഡിലാണ് ഇനി കുത്തിയെടുക്കണ്ടേ എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ ആദ്യം തന്നെ ഒരു പേപ്പറിൽ വരച്ച് നിങ്ങളൊന്ന് പഠിക്കുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും തയ്ക്കാനായിട്ട്. പിന്നെ
അപ്പോൾ നമ്മളിവിടെ നമ്മുടെ നോർവിച്ച് സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. മൾട്ടി കളർ ഷെയ്ഡ് തയ്ച്ച കാരണം തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ബ്ലാക്കിൻ്റെ അകത്ത് ആ കളർ കോമ്പിനേഷനും കൂടെ വന്നപ്പം നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് സ്ക്വയർ പീസസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ വലുത്, ഇതിപ്പോൾ ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ള ഒരു സ്ക്വയർ ബോക്സാണ് ഇത് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ കുറച്ച് സ്ക്വയർ ബോക്സസ് സ്കാറ്റർ ചെയ്തിട്ട് വേണമെങ്കിൽ ദുപ്പട്ടയുടെ ഒക്കെ ബോഡി പോർഷനിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഓരോന്ന് ഇങ്ങനത്തെ സ്ക്വയർ ബോക്സസ് വരച്ചിട്ട് ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ബോക്സിന് ഒരു കളറാണെങ്കിൽ അടുത്ത സ്ക്വയർ ബോക്സിന് വേറെ കളറൊക്കെ ആയിട്ട് ഫുൾ ദുപ്പട്ടയും തയ്ക്കുവാണെങ്കിൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഏത് കളർ ചുരിദാറിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റും. അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സാരിയിലാണെങ്കിലും അല്ലെങ്കിൽ സാരിയിലോ ബ്ലൗസിലോ ഇങ്ങനെ പ്ലെയിൻ ഒരു ഷിഫോൺ മെറ്റീരിയൽ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഇതുപോലത്തെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഇതിന് തയ്ക്കാനായിട്ട് നൂല് കുറച്ച് അധികം വേണം. ഇപ്പോൾ ഈ ഒരു സ്ക്വയർ ബോക്സ് തയ്ക്കാൻ തന്നെ നല്ലോണം നൂലെടുത്തു, കൃത്യം തികഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടി ഞാൻ കാണിച്ചു തരാം. അടിയിൽ വരുമ്പോൾ ആകെ കാണുന്ന ഇത്രയും പോർഷൻ മാത്രമേ കാണുന്നുള്ളൂ. ഈ ബോർഡറിൽ കൂടെ മാത്രമാണ് നമ്മൾ നൂല് പോയതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. മേളിലാണെങ്കിൽ നിറച്ച് നൂലുണ്ട്, അടിയാണെങ്കിൽ ഒട്ടും വൃത്തികേടും ആവത്തില്ല. ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്റ്റിച്ച് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ഒരു റിച്ച് ലുക്ക് കിട്ടും. ഇതുപോലത്തെ ട്രയാങ്കിൾ ഷേപ്സിലുള്ള പാറ്റേൺസ് ഉണ്ട്, സ്റ്റാർ ഷേപ്പിലുള്ള പാറ്റേൺസ് ഉണ്ട്, പലതരത്തിലുള്ളതുണ്ട്. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മൾട്ടിപ്പിൾ കളേഴ്സ്, മൾട്ടി ത്രെഡ് വെച്ചോ അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡും അതല്ല സിംഗിൾ ഷെയ്ഡ് ഇട്ട് തയ്ച്ചാൽ ഇതിനൊരു വേറൊരു ഭംഗിയുണ്ട്. ഇതുവരെ വെൽവെറ്റ് ക്ലോത്തിൽ തയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ തയ്ക്കുമ്പോൾ നല്ല ഫോഴ്സ് ചെയ്തിട്ടാണ്. അത് നല്ല കട്ടിയുള്ള വെൽവെറ്റ് ക്ലോത്താണ്. അതുകൊണ്ട് തന്നെ സൂചി ഇറങ്ങിപ്പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആദ്യം തയ്യൽ പഠിക്കുവാണെങ്കിൽ ഇങ്ങനത്തെ മെറ്റീരിയലൊന്നും എടുക്കേണ്ട, ഡയറക്റ്റ്ലി ഷിഫോൺ മെറ്റീരിയലൊക്കെ തയ്ച്ച് പഠിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. പക്ഷേ ഫ്രെയിം ഇടുമ്പം നല്ല ടൈറ്റായിട്ട് ഇടണം, അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചതിൻ്റെ ഫിനിഷിങ് മുഴുവൻ പോകും അവിടെ ചുളുങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ. അത് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും പുതിയ സ്റ്റിച്ചസ് നിങ്ങൾക്ക് അറിയില്ലാത്തത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.